ഇത്രയും പ്രതിഭയുള്ളൊരു കലാകാരൻ്റെ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ 2-3 വർഷമായിട്ടാണ് നിങ്ങളേട്ടൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങി. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിമിക്രി പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നുള്ളത് പൊതുവെ ആളുകൾക്ക് അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും അധികം കഷ്ടപ്പെട്ടു, ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ 19 വയസ്സ് മുതൽ കമ്പോസിങ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരൊറ്റയടിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ടിലൂടെ വരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അതാ പറഞ്ഞത്, നമുക്ക് പലരും ഇപ്പോൾ അടുത്തും കൂടി ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ചെറുകഥ എഴുതിയിട്ട് എനിക്ക് വിദ്യാരംഗം കലാസാഹിത്യത്തിൻ്റെ 3 വർഷം അടുപ്പിച്ച് ചെറുകഥയ്ക്ക് പുരസ്കാരം കിട്ടിയൊരു എഴുത്തുകാരനാണ്. ദേശാഭിമാനി അടക്കമുള്ള കുറേ വലിയ പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളിലും കാർട്ടൂൺ വരച്ചിട്ട് 2003 പഠിക്കുന്ന കാലത്ത് കാർട്ടൂൺ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയൊരു വരക്കാരനും കൂടിയാണ് ഞാൻ. നമ്മുടെ ഗണപതി മാസ്റ്ററൊക്കെ ശിഷ്യനാണ് വരയിൽ. സ്റ്റേറ്റിൽ കാർട്ടൂണും മിമിക്രിക്കൊക്കെ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള ഒരാളാണ്. ജില്ലയിൽ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലകളിലൊക്കെ നമ്മൾ ഷൈൻ ചെയ്ത് ലാസ്റ്റാണ് പാട്ടിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം നമ്മളൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആവാത്തതിൻ്റെ ഒരു മാനസിക വിഷമം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഒരു കലാകാരൻ അറിയപ്പെടുന്നില്ല, അയാൾ എത്ര ഏർണിങ്സ് ഉണ്ടാക്കിയാലും അയാൾ എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തെ 4 പേര് അറിഞ്ഞില്ലെങ്കിൽ വലിയ സങ്കടമാണ്. അപ്പം നമുക്ക് ഈ 2 വർഷം മുന്നേ ഞാൻ പാടിയിട്ട് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. ഞാൻ സ്വപ്നം പോലും കാണാത്ത പല മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടുന്നു. എൻ്റെ ഒരു പരിമിതിയാണ്, ഞാൻ പാടുമ്പോൾ എനിക്ക് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് പാടുന്നതിൽ മുൻ പരിചയങ്ങളില്ല. ഒരു പാട്ട് കാണാതെ പഠിച്ചിട്ട് പാടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത്ര ഫേമസ് ആയപ്പോൾ എന്നെ ആദ്യമായിട്ട് വിജയ് ടി വിയുടെ അവാർഡ്സിനും അതുപോലെ നക്ഷത്ര അവാർഡ്സിനും തമിഴ്നാട്ടിൽ പാടാൻ പോകുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വരി നോക്കി പാടണം. ഈ ഷോകളിലൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡ് പോലും ഉണ്ടാവില്ല. അവരുടെ ഷൂട്ടിൻ്റെ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, നക്ഷത്ര അവാർഡ്സിലൊക്കെ ഞാൻ മൊബൈലിൽ നോക്കിയിട്ടാണ് പാടുന്നത്. കാരണം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി, എനിക്ക് വേദിയിൽ പരിചയമില്ല. എൻ്റെ 3ാമത്തെ വേദിയിലാണ് ഞാൻ ആദ്യമായി ഒരു വേദി കയറി പാടുന്ന 3ാമത്തെ വേദിയാണ് AR റഹ്മാൻ സാറുമായിട്ട് ലോകം കണ്ട വേദി. അതിന് മുമ്പത്തെ വേദികൾ എന്ന് പറഞ്ഞാൽ വിജയ് ടി വി അവാർഡ്സും നക്ഷത്ര അവാർഡ്സൊക്കെ, ഇവിടുത്തെ വനിതാ അവാർഡ്സ് പോലെയുള്ള വലിയ അവാർഡ്സിലാണ് നമ്മൾ കയറുന്നത്. അതിന് മുന്നേ ഒരു കരോക്കെ ഗാനമേളയ്ക്ക് പോലും സ്റ്റേജിൽ കയറിയിട്ടില്ല. ഒന്ന് ആലോചിക്കണം. അപ്പോൾ പലരും കരുതിയിരിക്കുന്നത് ഞാൻ എത്രയോ വേദികൾ കയറി. പക്ഷേ പല സിംഗേഴ്സിനും കിട്ടാത്തൊരു ഭാഗ്യം പോലെ ഈ പറഞ്ഞ പോലെ ഈ 2 വർഷം കൊണ്ട് നമ്മൾ അറേബ്യൻ രാജ്യം UAE-ലും അതുപോലെ GCC-യിലെ ഒട്ടുമിക്ക വലിയ സിംഗേഴ്സ് പാടിയ വേദികളിൽ പാടി. അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെയാണ് കൂടുതൽ. തമിഴ്നാട്ടിൽ ഞാൻ അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ജില്ലകളിലും പോയി പാടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെ തമിഴന്മാരാണ് അല്ലെങ്കിൽ തമിഴ്നാടാണ് കൂടുതലായിട്ട്? തീർച്ചയായിട്ടും തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവിടെ ഒരു ഇഷ്ടപ്പെടുന്ന, അവർ ബഹുമാനിക്കുന്ന, അവർ ആരാധിക്കുന്ന ഒരാളുടെ ഒരു റെപ്ലിക്ക വന്നു കഴിഞ്ഞാലും അവർ തത്തുല്യമായിട്ട് ആരാധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, അവർ MGR പോലെ തന്നെ ഒരു ഡ്യൂപ്പ് ഉണ്ടെങ്കിൽ അവർ ആ MGR കൊടുക്കുന്ന സ്നേഹം തന്നെ ഡ്യൂപ്പിന് കൊടുക്കും. ഇവിടെ എനിക്ക് എന്താ ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ, ഇവിടെ ഒരു മലയാളികളുടെ ഒരു AR റഹ്മാൻ്റെ ഒരു കൂട്ടായ്മ, ഫാൻസ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞാനും ആ ഫാൻസ് എന്നുള്ള നിലയിൽ ആ ഗ്രൂപ്പിലുണ്ടല്ലോ. ആ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ പാട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ ഇവരാരും ഷെയർ ചെയ്യുക അവരത് കാണുക മാത്രമല്ല, കണ്ട് മറുപടി പറയാതിരിക്കാൻ മാത്രമല്ല, അവർ പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ, ഞാൻ പാടുന്നത് എന്താണോ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇനി മിമിക്രി കാണിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാൾക്കും ഒരിക്കലും മിമിക്രി കാണിച്ചുകൊണ്ട് പാടാൻ കഴിയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യം. ഞാനൊരു മിമിക്രിയാണ് കാണിക്കുന്നത്. ഞാൻ റഹ്മാൻ സാർ പാടുന്നത് പോലെ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അതേപോലെ എൻ്റർടൈൻ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് പോലും ആക്കാതെ നീ ഇനി പോസ്റ്റ് ഇടണ്ട എന്നാണ് ഞാൻ അന്ന് ലെഫ്റ്റ് അടിച്ച് പോന്നു. പിന്നീട് ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പോലും, ഒരു പാട്ട് ഇടുമ്പോൾ പോലും 75% നെഗറ്റീവ് കമൻസാണ് വരുന്നത്.
ഇവരെല്ലാം സത്യത്തിൽ ഇപ്പോഴും നിശബ്ദരാവുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ല അവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. ഇന്നും അവർ അമർഷത്തോടെയാണ് ആക്സെപ്റ്റ് ചെയ്തത്. കാരണം വെച്ചാൽ സാക്ഷാൽ റഹ്മാൻ സാർ എന്നെ ആക്സെപ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ ഇവരുടെ ആക്സെപ്റ്റൻസിൻ്റെ പ്രസക്തി ഇല്ല. അതുകൊണ്ട് നിശബ്ദരായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും അവരുടെ അമർഷം മറ്റു രീതിയിൽ നമുക്ക് കാണാം. നമ്മൾ എന്തെങ്കിലും സോഷ്യൽ പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുമ്പോൾ അപ്പോൾ പറയും നീ പാടിയാൽ മതി. അതിന് മുന്നേ അവർ പറഞ്ഞിരുന്നു നീ പാടണ്ട, നീ എന്നാ പറഞ്ഞിരുന്നത്, ഒന്ന് ആലോചിച്ചാൽ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അപ്പം ഞാൻ പറയും, ഞാൻ വേണമെങ്കിൽ നീ കേട്ടാൽ മതി, ഞാൻ പാടും, നീ വേണമെങ്കിൽ കേട്ടാൽ മതി. അത് നമ്മുടെ ചങ്കൂറ്റാണ്. കാരണം ഞാൻ ഇവരുടെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് പിൻബലം ആവശ്യമില്ല, എനിക്ക് സ്റ്റേജിൽ പാടണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ അങ്ങനെ വന്ന ആളല്ല. ഇത്രയും വർഷം 10-12 വർഷം സിനിമ ചെയ്തത് ഇവരുടെ ആരുടെ പിന്തുണ കൊണ്ടുമല്ല. ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആവേണ്ട അവസ്ഥയല്ല. എൻ്റെ പഴയ പാട്ടുകളായിട്ട് പലരും പറയാറുണ്ട് ഇതൊന്നും മോശം പാട്ടുകളായിരുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ആവറേജ് പാട്ടുകളായിരുന്നില്ല, അതിനൊക്കെ മേലെ നിന്ന പാട്ടുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താ രക്ഷപ്പെടാത്തതെന്ന് മൂല്യമുള്ളവർ ചോദിച്ചിട്ടുണ്ട്. പാട്ടിനെ തിരിച്ചറിയാൻ കഴിയുന്നവർ 2000 ഈ പറഞ്ഞ ദാസേട്ടൻ്റെ പാട്ട് സ്റ്റേറ്റ് അവാർഡിന് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലുമായിട്ട് മത്സരിച്ച് പോയിന്റുകൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് മിസ്സായത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. അപ്പോൾ പലരും പറഞ്ഞു എടാ നിനക്ക് ഇത്ര പ്രായമായിട്ടുള്ളൂ, 10-25 വയസ്സിലായിട്ടുള്ളൂ, ഇനി സമയം കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് ട്രെയിനിൽ പോകുമ്പോൾ എനിക്കൊരു കോൾ വന്നു, മോനെ ഞാൻ ആലപ്പി രംഗനാഥൻ എന്ന് പറയുന്ന ആളാണ്. അയ്യോ മാഷേ എന്താണെന്ന് അപ്പോൾ ഞാൻ സന്തോഷമായി. ഞങ്ങൾ തമ്മിൽ പരിചയമില്ല. ഒരു സിംഗറുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചാണ് നിങ്ങളുടെ, നിങ്ങൾ ഗംഭീരമായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, നിങ്ങൾ ഇത്രയും 10-25 വയസ്സുള്ള ചെറിയ പയ്യനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അമ്പരുന്നു. നല്ല കോമ്പോസിഷനാണത്. ഞാൻ അതിൻ്റെ ജൂറി എന്ന നിലയിൽ, സംഗീത സംവിധായകൻ എന്ന ജൂറി എന്ന നിലയിൽ ഞാൻ ആ പാട്ടിനാണ് ഒന്നാം സമ്മാനം ഇട്ടിട്ടുള്ളത്, ഒന്നാം പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. മോന് പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഇത്രയും ബഹുമാന്യനായിട്ടുള്ള ഒരു സംഗീത ജ്ഞാനമുള്ളൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി മാർക്ക് ഇട്ടു. ഞാൻ ബഹുമാനിക്കുന്ന ഔസേപ്പച്ചൻ സാറിന് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേക്ക് മികച്ച സംഗീത സംവിധായകന് പുരസ്കാരം കിട്ടി. അപ്പോൾ എനിക്ക് രണ്ടും വിഷമമില്ല. കാരണം എനിക്ക് കിട്ടിയ പോലെ തന്നെ തോന്നി, ഞാൻ ആ വിഷമം വിട്ടുകളി. ഇപ്പോൾ റഹ്മാൻ സാറുടെ പാട്ട് പാടുന്നു തന്നെ തമിഴ്നാട് ആദരിക്കുന്നു, അതുപോലെ തന്നെ മലയാളികളും അതിനുശേഷം എനിക്ക് തോന്നുന്നു നിഖിലേട്ടൻ അങ്ങനെയാണ് കൂടുതൽ മലയാളികളുടെ മനസ്സിലേക്കും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ റഹ്മാൻ സാറിന്റെ പാട്ട് പാടുമ്പോൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കറിയാം നിഖിലേട്ടന് ആ ലെജൻഡായിട്ടുള്ള അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നുള്ളത് അതിനകത്ത് വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നിഖിലേട്ടൻ മറ്റേ ഈ റഹ്മാൻ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നു, അതും ഈ 3ാമത്തെ വേദിയിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ഞാൻ അന്ന് എടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്ലാങ്കായി പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വരികളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പലപ്പോഴും ചില പാട്ടുകളൊക്കെ കാണാതെ പാടുന്നുണ്ട്, എന്തോ ഭാഗ്യം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എന്നെ തന്നെ തണുപ്പിക്കാൻ ഞാൻ ചിന്തിക്കും, അഥവാ ഈ ഐപാഡ് ഓഫായി പോയാൽ, അല്ലെങ്കിൽ ഈ ഐപാഡിലെ വരികൾ കാണാതെ ഇരുന്നാൽ, നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. ഞാൻ കാക്കേ കൂടെ എവിടെ വേണമെങ്കിലും പാടും, ആ മനുഷ്യന് മുമ്പേ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. കാരണം അത്രയും കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ടെൻഷനില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യനെ ഇവർ ബിഹൈൻഡ് വുഡ്സിൻ്റെ കോള് വരുമ്പോൾ ഞാൻ വിശ്വസിക്കണില്ല. ഒരു വേദി നിങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞാലോ കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. അതുവരെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അയച്ചു തരുന്നത് വരെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓൺ ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് അവരെനിക്കൊരു AC ടിക്കറ്റ് എടുത്തത്, ഏറെക്കുറെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ മൂല്യമുള്ള ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഉറപ്പായി അവിടെ 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു, നമുക്ക് ഉറപ്പായി. അപ്പോൾ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പല ലിസ്റ്റും കോപ്പിറൈറ്റ് വിഷയങ്ങൾ കൊണ്ട് ക്യാൻസലാണ്. അപ്പം അങ്ങനത്തെ കുറേ ടെൻഷനുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ കോപ്പിറൈറ്റ് എനിക്ക് തോന്നുന്ന പാട്ട് പാടും ഞാൻ, അങ്ങനെയൊക്കെ വെച്ചിരിക്കും. കാരണം എനിക്ക് റഹ്മാൻ സാറെ കണ്ടാൽ മതി, റഹ്മാൻ സാറിൻ്റെ മുമ്പിൽ പാടിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ ഈ മുസ്തഫ എന്നുള്ള പാട്ട് ലിസ്റ്റിലേ ഇല്ല. അങ്ങനെ ഞാൻ സിംഗപ്പണ്ണിയൊക്കെ പാടി അദ്ദേഹത്തിന് വെൽക്കം കൊടുത്തു. അദ്ദേഹം താഴ്ത്തിരിക്കുന്നു, ഞാനൊരു നമസ്കാരമൊക്കെ കൊടുത്തു, അദ്ദേഹം തിരിച്ച് ഒരു നമസ്കാരമൊക്കെ തന്ന് ഞാൻ പുറത്തിറങ്ങി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു നിൽക്ക് അദ്ദേഹം സ്റ്റേജിലേക്ക് വരുമ്പോൾ നിനക്കൊരു പാട്ട് പാടാൻ പറ്റും. എന്താ വിഷയം? അവള് കോൺഫിഡൻസ്. കാരണം ഇനി അദ്ദേഹം, ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പോയി പിടിക്കും,
അതെങ്ങനെ എന്താണെന്നൊന്നും ഇവർ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാൻഡാണ്. ഇങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ കയറാൻ പാടുള്ളൂ, ഇങ്ങനെ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം അവരുടെ അതാണ്, അവർ 2-3 മണിക്കൂർ ഷോ ചാർട്ടഡാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ ഒന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചിരിക്കും, എൻ്റെ പേര് നിഖിൽ പ്രഭ എന്നാണെങ്കിൽ ഞാൻ റഹ്മാൻ സാറിൻ്റെ കാൽക്കൽ തൊട്ടിരിക്കും. അത് നിങ്ങളുടെ പരിപാടിക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല, അതെങ്ങനെയെങ്കിലും. അതാണ് മലയാളി. ആ വാശി കേട്ടപ്പോൾ അവർ പറയാം നിനക്കൊരു അവസരം ഞങ്ങൾ ശരിയാക്കി തരാം. പുള്ളി സ്റ്റേജിലേക്ക് വരും അവാർഡ് മേടിക്കാൻ. അപ്പോൾ ആ താപ്പിൽ പോയിട്ട് കാലിലോട്ടോ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? അപ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ച് സെറ്റപ്പാക്കി 2 അവാർഡ് ഒരുമിച്ച് കൊടുക്കുന്ന സാധനമാക്കി. അപ്പോൾ എനിക്ക് പുള്ളി സംസാരിക്കേണ്ട വിഷയം കുറഞ്ഞു കിട്ടി. എനിക്കൊരു 3 മിനിറ്റ് ഉണ്ടാക്കി തന്നു. ഈ സ്റ്റേജിൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഞാൻ ഫോണിൽ മുസ്തഫയുടെ ട്രാക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് വരെ മുസ്തഫ പാടിയിട്ടില്ല, ഒരു വേദിയിലും പാടിയിട്ടില്ല, ആർക്കെങ്കിലും വേണ്ടി പ്രീ പ്ലാൻ ചെയ്യാത്ത പാട്ടാണ്. ആദ്യമായിട്ടാണ് ആ വേദിയിൽ മുസ്തഫ ലിറിക്സ് ഡൗൺലോഡ് ചെയ്ത് ഐപാഡിൽ ലിറിക്സ് ഇട്ട് കരോക്കെ വെട്ടി കേട്ട്. ഏറ്റവും വലിയ സങ്കടം വെച്ചാൽ ആ കരോക്കെ തന്നെയാണോ മെയിൽ അയച്ചതെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അവിടെ ആണെങ്കിൽ നമ്മുടെ നെറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഒരു വൈഫൈ ഉണ്ട് അവൈലബിൾ. ആ വൈഫൈ എടുത്ത് സെൻഡ് ചെയ്ത് എനിക്ക് അവിടെ ഒറ്റ ടെൻഷനുള്ളൂ, ആ ട്രാക്ക് പ്ലേ ആവില്ല എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ട്രാക്ക് പ്ലേ ആയില്ലെങ്കിലും ഞാൻ പച്ചയ്ക്ക് പാടും. അങ്ങനെ അദ്ദേഹം കയറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ടു. അപ്പോൾ നമ്മൾ ആലോചിച്ചില്ല, ഞാൻ വിചാരിച്ചൊക്കെ നടന്നു. ഇനി പാടലല്ലേ, അത് നടക്കും. 35,000 പേരിങ്ങനെ നിരന്ന് നിൽക്കുക. നമുക്ക് കടൽ പോലെ, നമുക്കിങ്ങനെ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, പേടിയാവും. ശരിക്കും പൊന്നാനി കടൽ കിടക്കണ പോലെ ജനങ്ങൾ കിടക്കുന്നത്. പിന്നെ ഹൈവേ ആണ്, ഹൈവേ കാണാനില്ല ഈ ജനങ്ങൾ തന്നെ. ആ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മൈക്കെടുത്ത് പാടുമ്പോൾ ഒരു 3-4 റോ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ജനങ്ങളൊക്കെ വിചാരിക്കുന്ന സത്യത്തിൽ റഹ്മാൻ സാറെ പാടുന്നതാണ്. കാരണം അപ്പോൾ അവരിങ്ങനെ നിർത്താതെ ഓളിയിടുന്നു, നമുക്കൊന്നും കേൾക്കില്ല. ഈ ഒരു എന്നുള്ള സംഭവം, അതിൻ്റെ ഇടയിൽ എവിടെ നിന്നൊക്കെയോ അരിച്ചു വരുന്ന ഒരു ട്രാക്ക്. അപ്പം ഞാൻ നിന്ന് പാടുന്നു. അപ്പം ഒറ്റ പ്രശ്നം ഈ ഇന്നിയറിൽ അവരിങ്ങനെ പറയും, അതായത് റഹ്മാൻ സാറായിട്ട് മിങ്കിളി, അദ്ദേഹത്തിനെ പാട്ടിലേക്ക് കൊണ്ടുപോകും, പാട്ടിലേക്ക്. അപ്പം ഞാൻ എല്ലാം ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി ഇത് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇനി അത് ചെയ്ത് പുള്ളിയെ മുഷിപ്പിക്കേണ്ട. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാനൊരു പ്രൊഫഷണൽ സിംഗറല്ല, എനിക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഒരു ഡയറക്ടർ ചെവിയിൽ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ പറ്റുന്ന ഒരാളല്ല. ഇന്നും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല.